പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. എറണാകുളം ജില്ലയിൽ ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവും ശംഖചക്ര ഗദാപത്മധാരിയുമായ മഹാവിഷ്ണുവിൻ്റേതാണ്. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ അഥവാ തിരുപ്പതികളിൽ 13 ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ മലയാള നാട്ടിലാണ്. അതിൽ ഒരു തിരുപ്പതിയാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. ഈ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ്. മധ്യകേരളത്തിലെ പ്രസിദ്ധങ്ങളായ 4 അമ്പലങ്ങളിൽ 3ാമത്തെ ക്ഷേത്രമാണിത്. പിബരേ രാമരസം. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശൂർ ഉപവേദി പ്രാദേശിക സഭ കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടത്തുന്ന പിബരേ രാമരസത്തിന്റെ 3ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിൽ മനസ്സിനുണർവേകുന്നതിനാൽ രാമനാമം ജപിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് ശരീരത്തിന് ഉണർവ് നൽകാൻ പല വിധത്തിലുള്ള ഔഷധക്കൂട്ടുകളും കർക്കിടക ചികിത്സയും. അതിൽ ഏറ്റവും പ്രധാനമാണ് ആദ്യ 10 ദിവസം പഴമക്കാർ നിഷ്കർഷിക്കുന്ന പത്തിലക്കറി. പത്തിലക്കറി എന്നത് ഇന്നത്തെ പുതുതലമുറയ്ക്ക് പരിചിതമായിരിക്കില്ല. താള് തകര, മത്ത കുമ്പളം, ചേന ചീര, പയറ്, തഴുതാമ, നെയ്യുള്ളി, ആനത്തുമ്പ തുടങ്ങി 10 ഇലകൾ സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഈ കറി ആദ്യ 10 ദിവസം കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെന്നാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. പിബരേ രാമരസത്തിന്റെ 3ാം അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പിബരേ രാമരസം. ഭാവയാമി രഘുരാമം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏവർക്കും നമസ്കാരം. മറ്റൊരു കർക്കിടക മാസം കൂടി വന്നു ചേർന്നിരിക്കുന്നു. ദുരിതത്തിൻ്റെ പെയ്ത്ത് ഭൂമിയിൽ വർഷിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി നാം പലതരത്തിലുള്ള ക്രിയകൾ ഈ മാസത്തിൽ അനുഷ്ഠിച്ചു വരും. അതിൻ്റെ ഭാഗമായിട്ട് സുഖചികിത്സ, ആധ്യാത്മിക സുഖത്തിനായിക്കൊണ്ട് രാമായണ പാരായണം മുതലായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നല്ല സമയം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം എന്നുള്ളത്. അതുകൊണ്ടാണ് ആചാര്യശ്രേഷ്ഠന്മാരെല്ലാം ഈ കർക്കിടക മാസത്തെ രാമായണ മാസാചരണമായിട്ട് അനുഷ്ഠിക്കാനായിട്ട് തീരുമാനത്തിലെത്തിയത്. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി മാതൃകാ പുരുഷോത്തമനായിരിക്കുന്ന അദ്ദേഹം ജനിച്ച മാസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സവിശേഷമായ ഒരു മാസമായിട്ട് നമ്മൾ കർക്കിടകത്തെ കാണേണ്ടതുണ്ട്. ഇവിടെ നമുക്കിന്ന് ജീവിതത്തിൽ രാമൻ്റെ
ചില നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സ്മരിക്കാം. നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങൾ രാമനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, രാമന്റെ മാതൃസ്നേഹം, പിതൃസ്നേഹം, ഭർത്തൃസ്നേഹം, ഭാര്യയോടുള്ള ഭർത്തൃസ്നേഹം, ദേശസ്നേഹം എന്നിവയൊക്കെ വളരെ മാതൃകാപരമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. തൻ്റെ സ്വന്തം അമ്മയായിരിക്കുന്ന കൗസല്യ ദേവിയുടെ ദുഃഖത്തെ കണ്ടുകൊണ്ട് കൈകേയി മാതാവിൻ്റെ ആ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വനവാസത്തെ സ്വയം സ്വീകരിക്കുന്ന രാമൻ നമ്മുടെ നിത്യജീവിതത്തിൽ സകലരെയും സ്ത്രീ കഥാപാത്രങ്ങളെയെല്ലാം തന്നെ ലോകത്തിലെ സകല സ്ത്രീകളെയും മാതൃതുല്യമായി കണ്ട് പൂജിക്കണം എന്നുള്ള വളരെ വലിയ തത്വം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നോക്കൂ, ഒരു പിതാവിനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കണം ഒരു പുത്രൻ എന്നുള്ളതിന് തെളിവാണ് ദശരഥ മഹാരാജാവിൻ്റെ വാക്കിനെ സത്യമാക്കി തീർക്കാൻ വേണ്ടി രാമൻ രാജ്യഭരണം കയ്യിൽ വന്ന നിമിഷത്തിലാണ്, ഒരു രാജ്യം മുഴുവൻ തൻ്റെ കാൽക്കീഴിലേക്ക് വരുന്ന സമയത്ത് അതിനെ എല്ലാ ഐശ്വര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ അച്ഛൻ്റെ വാക്കുകളെ സ്വീകരിക്കാനായിട്ട് അനുസരിക്കാനായിട്ട് ഇതാ വനവാസം എന്ന് പറയുന്ന വലിയ കഠിനമായ പ്രവൃത്തിയെ ഏറ്റെടുക്കുന്നു. പതിവ്രതയായ തൻ്റെ പത്നിയുടെ ഇംഗിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവളെ ഉപേക്ഷിക്കാതെ വൽക്കലങ്ങളെ അണിയിച്ചുകൊണ്ട് തൻ്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുകയാണ് ആ രാമൻ ചെയ്തത്. താൻ ഏകപത്നി വ്രതക്കാരനാണെന്നും തൻ്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്നും ഉള്ള ഒരു തത്വബോധം നമ്മുടെ ഉള്ളിലേക്ക് രാമൻ സീതാദേവിയെ വനത്തിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച വളരെ മനോഹരമാണ്. വഞ്ചിയിലേക്ക് രാമൻ കയറിയതിനു ശേഷം സീതാദേവിയെ കൈപിടിച്ച് കയറ്റുന്ന ഒരു രംഗം രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം ശ്രദ്ധാപൂർവമാണ് പത്നി സമേതനായിട്ട് ശ്രീരാമചന്ദ്രൻ വനവാസത്തിൽ നടക്കുന്നത്. നോക്കൂ, രാവണനെയെല്ലാം നിഗ്രഹിച്ച് ലങ്കയെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ സംസാരിക്കുന്ന ഒരു രംഗം രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് ചോദിക്കുകയാണ്, എത്ര മനോഹരമായ സ്വർണം കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഈ ലങ്കയെ ഭരിച്ച് നമുക്ക് ഇനിയുള്ള കാലം ഇവിടെ കഴിഞ്ഞുകൂടെ അല്ലയോ ജ്യേഷ്ഠ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ശ്രീരാമചന്ദ്ര പ്രഭു ദേശസ്നേഹത്തിൻ്റെ മഹത്വമായ തത്വത്തെ ഇതാ വിളിച്ചു പറയുന്നു. ഈ സ്വർണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, സ്വർണ്ണവർണ്ണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലങ്ക എന്നെ കൊതിപ്പിക്കുന്നില്ല ലക്ഷ്മണ. എൻ്റെ അമ്മയും ഞാൻ ജനിച്ച ഭൂമിയും എനിക്ക് സ്വർഗത്തെക്കാൾ മഹത്തരമാണ് എന്ന് പറയുന്ന ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവികരീയസി എന്ന് പറയുന്ന മഹത്തായ വാക്ക് ഇതാ നമ്മുടെ മുന്നിലേക്ക് ശ്രീരാമചന്ദ്ര പ്രഭു ഉയർത്തിക്കാണുകയാണ്. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ദയയുടെയും പര്യായമായി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദുഃഖങ്ങളെയും സന്തോഷത്തെയും എല്ലാം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ വലിയ സ്വർണ്ണവർണ്ണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലങ്ക എന്നെ കൊതിപ്പിക്കുന്നില്ല ലക്ഷ്മണ. എൻ്റെ അമ്മയും ഞാൻ ജനിച്ച ഭൂമിയും എനിക്ക് സ്വർഗത്തെക്കാൾ മഹത്തരമാണ് എന്ന് പറയുന്ന ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവികരീയസി എന്ന് പറയുന്ന മഹത്തായ വാക്ക് ഇതാ നമ്മുടെ മുന്നിലേക്ക് ശ്രീരാമചന്ദ്ര പ്രഭു ഉയർത്തിക്കാണുകയാണ്. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും
ദയയുടെയും പര്യായമായി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദുഃഖങ്ങളെയും സന്തോഷത്തെയും എല്ലാം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ പര്യായമായി കൃത്യമായ ഒരു മാനവ ജീവിതത്തെ വരച്ച് കാണിച്ചു തരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടേത്. അതുകൊണ്ട് തന്നെയാണ് മര്യാദാ പുരുഷോത്തമൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. അത്തരത്തിലുള്ള ഒരു രാജവംശത്തിലെ മഹത്തായ ആ വ്യക്തിത്വത്തെ ഈശ്വര തുല്യത്തോടുകൂടി ഈ പ്രജകൾ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം സകല മാനവരുടെ ഹൃദയങ്ങളിലും ഈശ്വരനായിട്ട് ഇന്നും വാഴുന്നു. ആ ഒരു മര്യാദാ പുരുഷോത്തമനെ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അദ്ദേഹത്തിൻ്റെ മാതൃക സ്വീകരിക്കാനും സാധിക്കണം. നമ്മുടെ എല്ലാം മനസ്സിലൂടെ പൊന്തി വരുന്ന രാവണന്മാരെ ഇല്ലായ്മ ചെയ്ത് കുശുമ്പ്, കുനുഷ്ട്, അസൂയ എന്ന് തുടങ്ങിയ ദുർഗുണങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട് സദ്ഗുണ സമ്പന്നനായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി നമ്മുടെ ഏവരുടെയും ഹൃദയത്തിൽ ജീവിക്കട്ടെ, വളരട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ തുടക്കമാകട്ടെ ഈ കർക്കിടക മാസത്തിലെ ഈ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളും അനുസ്മരണങ്ങളും എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും നല്ല ഒരു സംരംഭമാണ് നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ വൻ വിജയമാക്കാൻ ഏവർക്കും സാധിക്കട്ടെ. ശ്രീരാമചന്ദ്രസ്വാമി ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം. പിബരേ രാമരസം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വാമിത്രാഗമനം. അക്കാലം വിശ്വാമിത്രനാകിയ മുനീകുല മുഖ്യനും അയോധ്യയ്ക്കമ്മാരെഴുന്നള്ളിയിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം, സത്യജ്ഞാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥ. നാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി. പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ സസ്മിതം മുനീവരൻ തന്നോടു ചൊല്ലിടിനാൻ. അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി, നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേവരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയാതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്യുവാൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ജ്ഞാനമാവാസ്യത്തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരു
മനൂചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപദേ രാമദേവനെ അയക്കേണം. പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപദേ കല്യാണമതേ കരുണാനിധേ നരപദേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്ത നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവാതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാൻ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലു മതി ഗോപ്യം. സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപദേ. മാനുഷനല്ല രാമൻ മാനവ ശിഖാമണേ. മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകൂ മദീതി കൗസല്യ. കേളിന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുസംവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾ വരാമെന്നാൽ. പുത്രനായി പിറക്കേണം എനിക്കു ഭവാനെന്നു സത്വരാം അപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ. ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലയാമയോനിജായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവാതിന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും. പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ പോയിക്കൊണ്ടാലുമെന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്യുവാൻ. ജനക ജനനിമാ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരു പാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീര ബാണഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണ കുമാര കേൾ. കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം. ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനാൽ മഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതി ബലയും മടിയാതെ. ദേവനിർമ്മിതകളി വിദ്യകളെന്നു രാമദേവനും മനോജനും ഉപദേശിച്ചു മുനി. ശുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായെപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ. പോകുമാറിൽ ഈ വഴി ആരുമേ ഇതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയും
മതിയൂ മതി നില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ എന്നു ചെറു ഞാണൊലി ചെയ്തു രാമ. നെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി. പെരികെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി അന്നേരാമൊരു ശരം അയച്ചു രാഘവനും. ചെന്നു താടക മാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലാചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണാഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷി താനും പ്രാപിച്ചു ദേവലോകം ദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരസ്തയാ. പുലർക്കാലെ പൂക്കിതു സിദ്ധാശ്രമം. വിശ്വാമിത്രനും മുനി മുഖ്യന്മാരിതീരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ. പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. പിബരേ രാമരസം രാമായണ കഥയിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഭരതനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അയോധ്യ രാജ്യം ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാരിൽ രണ്ടാമത്തെ പുത്രനാണ് ഭരതൻ. മാതാവ് കേകയ രാജ്യത്തിലെ രാജാവിൻ്റെ പുത്രി കൈകേയി. മൂത്ത പുത്രനായ രാമചന്ദ്രനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ച സമയത്ത് കൈകേയിയുടെ പ്രിയ തോഴി മന്ദരയുടെ ഏഷണിക്കു വഴങ്ങി കൈകേയി ദശരഥൻ്റെ അടുത്ത് ചെന്ന് മുമ്പ് കൊടുത്തിരുന്ന 2 വരം ഇപ്പോൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിലൊന്ന് രാമനു പകരം തൻ്റെ പുത്രൻ ഭരതനെ യുവരാജാവാക്കണമെന്നും രണ്ടാമത്തേത് 14 സംവത്സരം ശ്രീരാമനെ വനവാസത്തിന് അയക്കണമെന്നുമായിരുന്നു. ഇത് കേട്ട് ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ടു വീണു. കൈകേയിയുടെ നിർബന്ധത്താൽ പിതാവിൻ്റെ ആജ്ഞ നിറവേറ്റുന്നതിനുമായിട്ട് ശ്രീരാമൻ പിതാവിൻ്റെ അടുത്തു ചെന്ന് സമാധാനപ്പെടുത്തി വനവാസത്തിനായി പുറപ്പെട്ടു. കൂടെ പത്നി സീതയും സഹോദരൻ ലക്ഷ്മണനും പോയി. പുത്രദുഃഖത്താൽ മരണമടഞ്ഞ പിതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ് കേകയ രാജ്യത്തു നിന്ന് ഭരതനും ശത്രുഘ്നനും അയോധ്യയിലെത്തി. കൊട്ടാരത്തിൽ വന്ന് വർത്തമാനങ്ങൾ അറിഞ്ഞ് കൈകേയിയോട് വളരെ കോപിഷ്ഠനായി ഭരതൻ പെരുമാറി. താൻ യുവരാജാവാവില്ലെന്നും ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവന്ന് രാജ്യമേൽപ്പിക്കുമെന്നും പറഞ്ഞ് ഭരതൻ വനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് ജ്യേഷ്ഠനോട് കുറെ പറഞ്ഞു നോക്കിയെങ്കിലും പിതാവിൻ്റെ ആജ്ഞ നിറവേറ്റാതിരിക്കാൻ സാധിക്കില്ലെന്നും താൻ വരുന്നതുവരെ ഭരതനോട് രാജ്യം ഭരിക്കാനും ആവശ്യപ്പെട്ടു. വളരെ വിഷമിച്ചാണെങ്കിലും ഇങ്ങനെ ശ്രീരാമൻ്റെ അങ്ങയുടെ പാദുകങ്ങൾ തന്ന് അത് പൂജിച്ചുകൊണ്ട് 14 സംവത്സരം കഴിയുന്നതുവരെ ഞാൻ രാജ്യം ഭരിക്കാമെന്ന് ഭരതൻ സമ്മതിച്ചു. അയോധ്യയിൽ നിന്ന് രാജസിംഹാസനം കൊണ്ടുവന്ന് നന്ദിഗ്രാമത്തിൽ ശ്രീരാമൻ്റെ പ്രതീകമായി പാദുകങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ട് വനവാസത്തിൽ കഴിയുന്ന പോലെ തന്നെ ഭരതൻ രാജ്യം ഭരിച്ചു. ശ്രീരാമൻ്റെ ഈ പാദുകങ്ങൾ വെച്ച് പൂജിച്ചു. ഭരതൻ്റെ പ്രതിഷ്ഠയാണ് ശ്രീ ഇരിഞ്ഞാലക്കുടയിലെ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉള്ളത്. കർക്കിടക മാസത്തിലെ
നാലമ്പല ദർശനവേളയിൽ ഈ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഭരതൻ്റെ ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് സഹോദര സ്നേഹത്തെ പറ്റിയാണ്. ഒരു രാജ്യം ഭരിക്കാനുള്ള, സുഖിച്ചു കഴിയാനുള്ള അവസരം ഉണ്ടായിട്ടും അതെല്ലാം ത്യജിച്ച് ജ്യേഷ്ഠനെ പോലെ തന്നെ 14 വർഷം വനവാസത്തിലെ ജ്യേഷ്ഠനെ പോലെ തന്നെ വനവാസത്തിൽ കഴിയാനാണ് ഭരതൻ ഇഷ്ടപ്പെട്ടത്. പിബരേ രാമരസം രാമകഥ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. സാഗേതം പാടുകയാ ഹേ രാമാ. കാതരയാ ചാരികയാ സാഗേതം പാടുകയായി വീണ്ടും രാമകഥ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി, ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി. വാത്മീകങ്ങളിൽ ഏതോ താപസമൗനമുണർന്നു വീണ്ടും രാമകഥ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ.
സാരി സ സരി സ സരി സ സാരി സരി രി 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 മദനി സരി രി ഗരി രി ഗരി രി രി ഗരി രി ഗരി ഗാ ഗരി രി ഗാ ഗരി രി സരി ഗ മ പാദ പ മ പദ പ മ പദ പ പാദ സാ സ ദാസ് മദനി സ സാരി സ സരി സ സരി സ സാരി സ ഗാ ഗരി രി മദനി നി പ്രധനുസ്സുകൾ നീട്ടി ദേവകളാദിനാമ ഗംഗയാട് രഘുപതി രാമ ജയം രഘുരാമ ജയം ശ്രീ ഭരതവാക്യം ഇന്നു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗതീത താളമേകി മാരുതിയാ ജലഗംഗ സൂന ധൂപ ദീപ കലയായി മന്ത്രയന്ത്ര തന്ത്ര കലികമുണരൂ സാമഗാന ലഹരിയോടെ അണയൂ രാമ ശ്രീരാമ രാമ രാമ पिबरे रामरसम् पिबरे रामरसम् पिबरे रामरसम् रसने पिबरे रामरसम्